നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം, മാനവയുടെ ആമുഖം. കഴിഞ്ഞ എപ്പിസോഡിൽ ഫിർദൌസ് തന്റെ പുതിയ ഭർത്താവ് ഹരീഷ് ചന്ദ്രയോടൊപ്പം മനസ്സുകളുടെ കൂടിച്ചേരൽ എന്ന വെല്ലുവിളി സ്വീകരിച്ചു. ഇന്ന് നിങ്ങൾ കേൾക്കും അവളുടെ ആന്തരിക പരിവർത്തനം അവളെ അവളുടെ പുതിയ ജീവിതത്തിനായി എങ്ങനെ സജ്ജമാക്കുന്നു എന്ന്. ഫിർദൌസ് ത്യാഗങ്ങൾ ചെയ്യുകയാണെന്ന് ഹരീഷ് ചന്ദ്ര കരുതുന്നു. എന്നാൽ അവൾ യുക്തിസഹമായ നന്മ മാത്രമാണ് സ്വീകരിക്കുന്നതെന്ന് ഫിർദൌസിന് അറിയാം. ഇത് പുതിയ ഫിർദൌസിന്റെ ജനനത്തിന്റെ കഥയാണ്. ഉച്ചതിരിഞ്ഞ് മകൾ ഉറങ്ങിയ ശേഷം ഫിർദൌസ് ഓർമ്മിക്കുന്നു ആ ഭയാനകമായ മുത്തലാഖ് സംഭവം. ഭയത്തിന്റെ പാരമ്യം. ആ വിജനമായ ഗ്രാമീണ റോഡിൽ മരത്തിനു പിന്നിൽ ഒളിച്ചിരുന്ന ഫിർദൌസിന് ഇനി ഒരു മാലാഖയും വരില്ലെന്നും രാത്രിയാകുമ്പോൾ താൻ ഏറ്റവും മോശം അന്ത്യത്തിന് ഇരയാകുമെന്നും തോന്നി. ധൈര്യത്തിന്റെ ജനനം. ആ അഗാധമായ നിരാശയിൽ ഒരു അത്ഭുതകരമായ ധൈര്യം നിറഞ്ഞു. ഇവിടെ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് നടന്നുപോവുക എന്നതാണ്. പഴയ ഫിർദൌസ് ആ മരത്തിനു പിന്നിൽ മരിച്ചുവെന്ന് ഫിർദൌസ് തിരിച്ചറിയുന്നു. കാറിൽ ലിഫ്റ്റ് എടുത്തതോടെ പുതിയ ഫിർദൌസ് ജനിച്ചു. അവൾ ലോകത്തെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണും. നിങ്ങൾ കേൾക്കും യുക്തി വേഴ്സസ് ബുർഗ. എന്തുകൊണ്ടാണ് പുതിയ ഫിർദൌസ് ബുർഗ ഉപേക്ഷിച്ചത്? മൂടുപടമുണ്ടോ ഇല്ലയോ എന്നത് ഒരു സ്ത്രീയെ സുരക്ഷിതയാക്കുമോ? അഭിമാനം വേഴ്സസ് രുചി. സസ്യാഹാരത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന അഭിമാനം കണ്ട് ഫിർദൌസ് എങ്ങനെയാണ് മാംസാഹാരം ഉപേക്ഷിക്കാൻ യുക്തിരഹിതമായ ഒരു തീരുമാനമെടുത്തത്? അവസാനം ജഡ്ജി ഹരീഷ് ചന്ദ്ര തന്നെ അടുക്കളയിൽ പോയി സ്നേഹം ചേർത്ത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശുദ്ധ സസ്യാഹാരത്തിനും ഇത്ര രുചികരമായിരിക്കാൻ കഴിയുമെന്ന് ഫിർദൌസ് മനസ്സിലാക്കുന്നു. അമിതമായി ഭക്ഷണം കഴിക്കൽ, ചിരി, സന്തോഷ നിമിഷങ്ങൾ, ഇങ്ങനെയൊരു ജീവിതം ഫിർദൌസ് ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. ഹരീഷ് ചന്ദ്രയുടെ നിഷ്കളങ്കമായ സ്നേഹവും ഫിർദൌസിന്റെ യുക്തിപരമായ ത്യാഗവും അവരെ മനസ്സുകളുടെ യഥാർത്ഥ കൂടിച്ചേരലിലേക്ക് നയിക്കുമോ? എന്നോടൊപ്പം തുടരുക മാനവ പരിചയം എന്നതിൽ. നിങ്ങൾ കേൾക്കും എപ്പിസോഡ് 4 പഴയ ഭയങ്ങൾ, പുതിയ കാഴ്ചപ്പാട്. ഈ ദിവസങ്ങളിൽ ഹരീഷ് ചന്ദ്ര ചിന്തിക്കാൻ തുടങ്ങി ഫിർദൌസ് തന്റെ ഈ വ്യത്യസ്ത സമുദായവുമായുള്ള വിവാഹം നിലനിർത്താൻ വലിയ ത്യാഗങ്ങൾ ചെയ്യുകയാണെന്ന്. എന്നാൽ ഫിർദൌസിന്റെ പുറമേക്ക് മാറിയെന്ന് തോന്നുന്ന സ്വഭാവത്തിന് കാരണം മറ്റൊന്നാണ്. ഈ രഹസ്യം ഭർത്താവ് ഹരീഷ് ചന്ദ്രയുടെ മുന്നിൽ തുറന്നു പറയാൻ ഫിർദൌസ് യാതൊരു അക്ഷമയും കാണിച്ചില്ല. ഈ വിവാഹത്തിന് പിന്നിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിനു പുറമെ ഹരീഷ് ചന്ദ്ര ജിക്കും ചില പവിത്രമായ ലക്ഷ്യങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് അവൾ കരുതുന്നു. എപ്പോഴാണ് അദ്ദേഹം ഈ ചിന്തകൾ ഫിർദൌസുമായി പങ്കുവെക്കുക? വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഹരീഷ് ചന്ദ്ര ജി ഫിർദൌസിനെ ഇപ്പോൾ തന്നെ പൂർണ്ണമായി അറിയാൻ തിടുക്കം കൂട്ടുന്നത് അനാവശ്യമാണ്. ഒരു ആയുസ് മുഴുവൻ കടന്നുപോകുന്നുവെന്ന് ഫിർദൌസ് കരുതുന്നു. അപ്പോഴും പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ചില രഹസ്യങ്ങൾ, ചില ചിന്തകൾ അല്ലെങ്കിൽ പരസ്പരം സുഖകരമായ സഹവാസത്തിനായി ചെയ്ത ത്യാഗങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്ക് അറിയാതെ തന്നെ അവശേഷിക്കുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്ന് മറച്ചുവെക്കുന്നത് ഒരു മോശം വികാരത്തിൽ നിന്ന് മാത്രമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു നല്ല കാര്യം പ്രകടിപ്പിക്കുന്നത് അതിന്റെ നന്മ കുറക്കുന്നു. ഇത് ചിന്തിച്ചു പോലും സ്വന്തം നല്ല കാര്യങ്ങൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് മറച്ചുവെക്കപ്പെടുന്നു. ഇങ്ങനെ മറച്ചുവെക്കുന്നതിൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ കുറച്ചു സമയം ഒരുമിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ പറയാതെ ചെയ്യുന്ന മോശം നല്ല കാര്യങ്ങൾ പരസ്പരം അനുഭവിച്ചറിയാനുള്ള കഴിവ് നേടുമെന്ന വസ്തുതയും ഫിർദൌസിന് അറിയാം. തന്റെ പുതിയ കൂട്ടായ്മയിലും പുതിയ വീട്ടിലും ഫിർദൌസിന്റെ ജീവിതം മുന്നോട്ടുപോയി. അപ്പോൾ ഒരു ദിവസം കോടതിയിൽ ഫിർദൌസിന്റെ ഒരു കേസും വാദം കേൾക്കാൻ വന്നിരുന്നില്ല. അന്നത്തെ ദിവസം അവൾ കോടതിയിൽ പോകുന്നതിന് പകരം വീട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഉച്ചയോടെ മകൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. അമ്മയുടെ ഫിർദൌസ് കൂടെ സന്തോഷത്തോടെ കളിച്ച ശേഷം ക്ഷീണിതയായി മകൾ ഉറങ്ങി. മകളുടെ അരികിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഫിർദൌസ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ സംഭവങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അതിൽ മുഴുകി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നതായി അവൾക്ക് തോന്നി. ഇപ്പോൾ അവളുടെ ഭർത്താവ്, അവളുടെ ഭർതൃവീട്, അവളുടെ ഭക്ഷണരീതി, അവളുടെ വസ്ത്രധാരണം എല്ലാം മാറി. അതിലുപരി അവളുടെ മതവിശ്വാസം പോലും മാറുന്നതായി തോന്നിത്തുടങ്ങി. അവൾ ചിന്തിക്കാൻ തുടങ്ങി, ഒരുപക്ഷെ ഈ മാറ്റങ്ങൾ അത്ര എളുപ്പമാവില്ലായിരുന്നു. നാസിർ അവളോട് മുത്തലാഖ് ചൊല്ലി ആ ദിവസം അവളെ ആ വിജനമായ സ്ഥലത്ത് ബൈക്കിൽ നിന്ന് ഇറക്കിവിട്ടിരുന്നില്ലെങ്കിൽ. ആ സംഭവത്തെ ഫിർദൌസ് അത് ഇപ്പോൾ തന്നെ തന്റെ മേൽ സംഭവിക്കുന്നത് പോലെ ഓർമ്മിക്കാൻ തുടങ്ങി. നാസിർ പോയ ശേഷം ആ സ്ഥലം ഫിർദൌസിന് അത്യധികം ഭയങ്കരമായി തോന്നി. ഭയന്ന് അവൾ ഒരു മരത്തിനു പിന്നിൽ ഒളിച്ചിരുന്നു. ഒളിച്ചിരിക്കുമ്പോൾ അവൾ തുടർച്ചയായി റോഡിലേക്ക് നോക്കുന്നു. ഏതെങ്കിലും സ്ത്രീ റോഡിലൂടെ പോകുന്നത് കണ്ടാൽ അവളോടൊപ്പം ആ വിജനമായ സ്ഥലത്തുനിന്ന് സുരക്ഷിതമായി പുറത്തുവരാം എന്ന പ്രതീക്ഷയോടെ. അതൊരു ഗ്രാമീണ റോഡായതിനാൽ ഇടയ്ക്കിടെ മാത്രമാണ് ഏതെങ്കിലും യാത്രക്കാരെയോ വാഹനങ്ങളെയോ കാണുന്നത്. അവരെല്ലാം പുരുഷന്മാരാണ്. നിർഭാഗ്യവശാൽ അന്ന് അവരുടെ കൂടെ സ്ത്രീകളെ ആരെയും കണ്ടില്ല. ഏകദേശം 2 മണിക്കൂർ നീണ്ട ഈ വേദനാജനകമായ കാത്തിരിപ്പിൽ
അവളുടെ നെഗറ്റീവ് ചിന്തകൾ അവളെ വളരെ ഭയപ്പെടുത്തി. ഇതിനു മുമ്പ് താൻ ഒരു പെൺകുട്ടി സ്ത്രീ ആയതിൽ അവൾക്ക് ഇത്ര ഭയം തോന്നിയിട്ടില്ല. മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ആധിപത്യം സ്ഥാപിച്ചതോടെ അവൾക്ക് കടുത്ത നിരാശ തോന്നി. നാസിർ വിവാഹമോചനം നൽകിയതുകൊണ്ട് അവളുടെ ഭാവി ഇരുളടഞ്ഞതായി തോന്നി. അതുകൊണ്ട് ആ വിജനമായ സ്ഥലത്ത് കടന്നുപോകുന്ന ഓരോ നിമിഷവും അവൾക്ക് യുഗങ്ങളോളം നീണ്ടതായി തോന്നി. അമിതമായ ഭയത്തിൽ ഒരു ഭീകരമായ ചിന്ത അവൾക്ക് വന്നു. മനുഷ്യരൂപത്തിൽ ഒരു മാലാഖയ്ക്കും അവളെ ഇവിടെ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ രാത്രിയാകും. അപ്പോൾ ഇരുട്ടിൽ അവളുടെ ചുമയോ തുമ്മലോ കേട്ട് ചില പുരുഷന്മാർ അവളെ മരത്തിനു പിന്നിൽ നിന്ന് കണ്ടെത്തും. അവരെല്ലാവരും അവളെ കൂട്ടമായും പലതവണയും ദുരുപയോഗം ചെയ്യും. എന്നിട്ട് പ്രഭാത വെളിച്ചം വരുന്നതിന് തൊട്ടുമുമ്പ് കഴുത്ത് ഞെരിച്ചു കൊന്നുകളയും. ഈ ചിന്തയിൽ അവൾ വിറച്ചുപോയി. അവളുടെ തൊണ്ട വരണ്ടുപോയി. പക്ഷേ കുടിക്കാൻ വെള്ളം പോലും അവളുടെ പക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് തോന്നി അവളുടെ ഭാവി ഇരുളടഞ്ഞതാണ് എന്നത് കുറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ ദുഃഖകരമായി തോന്നുന്നത് അവൾക്ക് ഇനി ഒരു ഭാവിയും അവശേഷിക്കുന്നില്ല എന്നതാണ്. നിരാശ ഈ പരിധിവരെ വർദ്ധിച്ചത് അപ്പോൾ അവളിൽ അതിശയിപ്പിക്കുന്ന ധൈര്യം പകർന്നു. ഇവിടെ ഒളിച്ചിരുന്ന രാത്രിയിൽ ഈ മരത്തിനു പിന്നിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് നടന്നുപോകുക എന്നതാണ് എന്ന് അവൾ ചിന്തിച്ചു. ഒരുപക്ഷെ അവൾ സുരക്ഷിതയായി പുറത്തുവന്നേക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതെങ്കിലും ദാസനോ മാലാഖയോ അവളെ സഹായിക്കാൻ അവിടെ വന്നേക്കാം. അപ്പോൾ ഫിർദൌസ് തന്റെ ബുർഗ നേരെയാക്കി റോഡിലേക്ക് വന്നു. നിരാശയും ദാഹവും കാരണം അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല. സന്ധ്യയുടെ ഇരുട്ട് പടരാൻ തുടങ്ങി. അങ്ങനെയുള്ള അവസ്ഥയിൽ തന്റെ പിന്നിൽ നിന്ന് ഒരു കാറിന്റെ ശബ്ദം ക്രമേണ അടുത്തുവരുന്നത് അവൾ കേട്ടു. ഫിർദൌസ് തന്റെ മുഴുവൻ ധൈര്യവും സംഭരിച്ച് അത് നിർത്താനായി കൈ കാണിച്ചു. അതോടെ കാർ നിന്നു. അവൾക്ക് ലിഫ്റ്റ് ലഭിച്ചു. കാറിലുണ്ടായിരുന്ന മധ്യവയസ്കനായ വ്യക്തിയുടെ മാന്യത അവൾക്ക് അനുഭവിച്ചറിയാൻ കുറച്ച് മിനിറ്റെടുത്തു. കാറിൽ ഇരിക്കുമ്പോൾ പഴയ ഫിർദൌസ് ആ മരത്തിന് പിന്നിൽ മരിച്ചു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഈ ഫിർദൌസ് ഇപ്പോൾ പുതുതായി ജനിച്ച ഫിർദൌസാണ്. കാറിൽ വെച്ചുതന്നെ അവൾ തീരുമാനിച്ചു, ഈ പുതിയ ഫിർദൌസ് ഇനി ലോകത്തെ പുതിയ കാഴ്ചപ്പാടോടെ കാണും. തന്റെ മനസ്സിൽ കൂടുകെട്ടിയ പഴയ ധാരണകളെല്ലാം അവൾ മനസ്സിൽ നിന്ന് വലിച്ചെറിയും. തനിക്ക് യുക്തിസഹമായി തോന്നുന്ന മാറ്റങ്ങളെ അവൾ സ്വാഗതം ചെയ്യുകയും മനസ്സിനെയും ബുദ്ധിയെയും തുറന്നിടുകയും ചെയ്യും. ഈ പുതിയ ഫിർദൌസിന്റെ ഈ പുതിയ ചിന്തയ്ക്ക് ഇപ്പോൾ 6 മാസം പ്രായമായി. ഈ കാലയളവിൽ അവൾ തന്റെ സംശയാലുവും യാഥാസ്ഥിതികനുമായ മുൻ ഭർത്താവ് നാസിറിന് അവന്റെ നിയമവിരുദ്ധമായ പ്രവൃത്തിക്ക് മുത്തലാഖ് ശിക്ഷ ഉറപ്പാക്കി. പിന്നീട് അവൾ നാസിറിന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം നിരസിച്ചു. നിയമപരമായി സാധുവായ രീതിയിൽ അവനിൽ നിന്ന് വിവാഹമോചനം നേടി. തുടർന്ന് കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ മാന്യത ഓർമ്മിച്ചുകൊണ്ട് ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ വിവാഹ നിർദ്ദേശം അവൾ സ്വീകരിച്ചു. ഹരീഷ് ചന്ദ്രജി ആദ്യരാത്രിയിൽ തന്നെ അവൾക്ക് ബുർഗ സമ്മാനമായി നൽകിയെന്ന് അവൾ ഓർമ്മിക്കാൻ തുടങ്ങി. അതേസമയം പഴയ ഫിർദൌസ് അന്ന് ബുർഗ ധരിച്ചാണ് ആ മരത്തിന് പിന്നിൽ ഇരുന്നത്. മൂടുപടം ഉണ്ടായിരുന്നിട്ടും അവളുടെ ഭയം അപ്പോൾ കുറയ്ക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഒരു യുവതി മൂടുപടം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിർഭയയായി മാറുന്നില്ല. അന്ന് ബുർഗ ധരിച്ചത് അവളെ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവളായി വ്യക്തമായി തിരിച്ചറിയാൻ സഹായിച്ചു. അതുകാരണം കാറിലെ വ്യക്തി അവളെ ദുരുപയോഗം ചെയ്യാൻ കൂടുതൽ ആകാംക്ഷയുള്ളവനാവാമായിരുന്നു. ഈ ദുഃഖകരമായ വസ്തുത അഭിഭാഷകയായ ഫിർദൌസിന് നന്നായി അറിയാം. അതായത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് സമുദായ സ്പർദ്ധയുടെ ഇരകളാകുന്നത്. അതുകൊണ്ട് പുതിയ ഫിർദൌസ് എല്ലാ സ്ത്രീകളും മൂടുപടത്തോടെയോ അല്ലാതെയോ തുല്യമായി സുരക്ഷിതരോ അസുരക്ഷിതരോ ആയിരിക്കും എന്ന യുക്തിയിൽ ബുർഗ ഉപേക്ഷിച്ചു. അങ്ങനെയെങ്കിൽ തന്റെ പുതിയ വീട്ടിൽ മൂടുപടത്തിന്റെ നിർബന്ധമില്ലാത്തപ്പോൾ എന്തിനാണ് യുക്തിരഹിതമായ ആ നിർബന്ധം പേറേണ്ടത്? തുടക്കത്തിൽ തന്റെ ഈ പുതിയ വീട്ടിൽ ഫിർദൌസ് മാംസാഹാരം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ കുക്ക് അഭിമാനത്തോടെ ഇങ്ങനെ പറഞ്ഞതിനു ശേഷം, നഹി നഹി മേഡം, ഹം മാംസാഹാർ നാ തോ ഖാത്തെ ഹേ നാ ഹി ബനാത്തെ ഹേ, ഹം ബ്രാഹ്മൺ ഹേ. ഇല്ല ഇല്ല മാഡം ജി, ഞങ്ങൾ മാംസാഹാരം കഴിക്കുകയുമില്ല ഉണ്ടാക്കുകയുമില്ല. ഞങ്ങൾ ബ്രാഹ്മണരാണ്. സസ്യാഹാരത്തിലെ അഭിമാനം എന്താണെന്ന് അനുഭവിച്ചറിയാൻ പുതിയ ഫിർദൌസ് തീരുമാനിച്ചു. എന്നിട്ട് ഹരീഷ് ചന്ദ്രജി ആഗ്രഹിച്ചിട്ടും വീട്ടിൽ മാംസാഹാരം പാചകം ചെയ്യുന്നതിനെ അവൾ ശക്തമായി നിരാകരിച്ചു. ഇതെല്ലാം ഓർത്തുകൊണ്ട് ഫിർദൌസ് ഇപ്പോൾ സ്വയം ചിരിക്കുകയാണ്. ഫിർദൌസ് ത്യാഗങ്ങൾ ചെയ്യുകയാണെന്ന് കരുതുന്ന ഹരീഷ് ചന്ദ്രജിയോട് അവൾക്ക് ദയ തോന്നി. അത് യഥാർത്ഥത്തിൽ പുതിയ ഫിർദൌസിന്റെ യുക്തിസഹമായ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ദൃഢനിശ്ചയമാണ്. പിന്നെ ഫിർദൌസ് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം കുക്ക് അവധിയെടുത്തു. യാദൃശ്ചികമായി ആ ദിവസം ഞായറാഴ്ച അവധിയുമായിരുന്നു. ഹരീഷ് ചന്ദ്രജി ഫിർദൌസിനോട് പറഞ്ഞു, ചായ പ്രഭാത ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കുക, ഇന്ന് ഉച്ചഭക്ഷണം ഞാൻ ഉണ്ടാക്കാം. ഫിർദൌസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജി, അങ്ങ് ഉണ്ടാക്കിയ ഭക്ഷണം ചില തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഭാഗ്യത്തിൽ മാത്രമേ ഉണ്ടാവൂ. അങ്ങ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള സന്തോഷം ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഉച്ചയോടെ ഹരീഷ് ചന്ദ്രജി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഡൈനിംഗ് ടേബിളിൽ അലങ്കരിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം, മകൾ, ഫിർദൌസ് എന്നിവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഹരീഷ് ചന്ദ്ര പൂരി ചോലയും ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഹൽവയും ആട്ട ഹൽവ ഉണ്ടാക്കിയിരുന്നു. അതോടൊപ്പം പഴങ്ങളും പച്ചക്കറികളും ചേർത്ത സാലഡ്,
മനോഹരമായ അലങ്കാരത്തോടെ ടേബിളിൽ വെച്ചിരുന്നു. ഫിർദൌസ് ഇതെല്ലാം കഴിച്ചപ്പോൾ അവളുടെ അത്ഭുതത്തിന് അതിരില്ലായിരുന്നു. അവൾ രുചി ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു, ശുദ്ധസസ്യാഹാരം ഇത്ര രുചികരമായിരിക്കുമെന്ന് എനിക്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും വലിയ കാര്യം ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും പോലുമില്ല എന്നതാണ്. വിശ്വസിക്കൂ, ഇന്നത്തെ മുമ്പ് ഭക്ഷണം എനിക്ക് ഇത്രയധികം രുചികരമായി തോന്നിയിട്ടില്ല, ഇപ്പോൾ തോന്നുന്നതുപോലെ. ഹരീഷ് ചന്ദ്ര തമാശയായി പറഞ്ഞു, മറ്റൊരു ഭക്ഷണവും നിങ്ങൾക്ക് അത്ര നല്ലതായി തോന്നാൻ സാധ്യതയില്ല. കാരണം മറ്റാരും ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിങ്ങൾക്കുവേണ്ടിയുള്ള എന്റെ സ്നേഹം ചേർക്കാൻ കഴിയില്ല. ഫിർദൌസ് പൊട്ടിച്ചിരിച്ചു. തന്റെ അമ്മ ചിരിക്കുന്നത് കണ്ട് മകളും അവളോടൊപ്പം ചിരിക്കാൻ തുടങ്ങി. തുടർന്ന് ഫിർദൌസ് അമിതമായി ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ നിർത്തിയുള്ളൂ. അവസാനം അവൾ പറഞ്ഞു, മതി, നിങ്ങൾ ഇനി ദയവായി ഭക്ഷണം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഞാൻ തടിക്കും. മറുപടി നൽകുന്നതിൽ ഹരീഷ് ചന്ദ്ര കുറഞ്ഞ കഴിവുള്ള വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഉടൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. കാരണം അറിയാനുള്ള ആകാംക്ഷയോടെ ഫിർദൌസ് ചോദിച്ചു, ജി, അതെന്തുകൊണ്ട്? ഹരീഷ് ചന്ദ്ര ജി ഫിർദൌസിനെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞു, ജി, അത് എന്തുകൊണ്ടെന്നാൽ എന്റെ ഭാര്യ തടിക്കുന്നത് എനിക്ക് വളരെ സന്തോഷകരമായി തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം ജീവിത പ്രതീക്ഷ നഷ്ടപ്പെട്ട ഫിർദൌസിന്റെ ദിവസങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചിരിയിലും സന്തോഷത്തിലുമായി കടന്നുപോകുന്നു. അവളുടെ ജീവിതം ഇപ്പോൾ എത്രത്തോളം സന്തോഷത്തിൽ കടന്നുപോകുന്നുണ്ടെങ്കിൽ അത് ഏതൊരു സ്ത്രീയുടെ ജീവിതത്തിലും അപൂർവമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമുന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഈ എപ്പിസോഡ് ഫിർദൌസിന്റെ മാനസിക പരിണാമത്തിൽ, സൈക്കോളജിക്കൽ എവല്യൂഷൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കഥ ഇവിടെ ബാഹ്യ സംഘട്ടനങ്ങളിൽ നിന്ന് മാറി മുൻകാല ആഘാതത്തിനും ട്രോമ ഇപ്പോഴത്തെ സ്വീകാര്യതയ്ക്കുമിടയിലുള്ള ആന്തരിക പോരാട്ടത്തെ ചിത്രീകരിക്കുന്നു. 1. ആഘാതത്തിൽ നിന്നുള്ള മോചനം, പുതിയ ഫിർദൌസിന്റെ ജനനം. ഫിർദൌസിന്റെ ഭൂതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഈ എപ്പിസോഡിലെ ഏറ്റവും ശക്തമായ ഭാഗമാണ്. മുത്തലാഖിന് ശേഷം വിജനമായ റോഡിൽ മരത്തിനു പിന്നിൽ ഒളിച്ചിരുന്ന ഫിർദൌസ് ശാരീരികമായി മാത്രമല്ല മാനസികമായും മരിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ ഭയവും നിരാശയും ഇരുണ്ട ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പവും കൂട്ടായ അതിക്രമത്തെക്കുറിച്ചുള്ള ഭയം ഇത്ര വ്യക്തമായി ചിത്രീകരിക്കുന്നത് പുരുഷാധിപത്യപരമായ അതിക്രമത്തിന്റെ മനഃശാസ്ത്രപരമായ സ്വാധീനം വെളിപ്പെടുത്തുന്നു. ധൈര്യം പകരുകയും കാറിലെ മാന്യത അനുഭവിക്കുകയും ചെയ്യുന്ന നിമിഷം ഫിർദൌസ് സ്വയം പുതുതായി ജനിച്ച ഫിർദൌസ് എന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു പ്രസ്താവന മാത്രമല്ല, അത് സ്വയം സംരക്ഷണത്തെയും യുക്തിയെയും അടിസ്ഥാനമാക്കി ജീവിതത്തെ പുനർനിർവചിക്കാനുള്ള ദൃഢനിശ്ചയമാണ്. 2. ത്യാഗമല്ല, യുക്തിപരമായ ദൃഢനിശ്ചയം. ഫിർദൌസ് ത്യാഗങ്ങൾ ചെയ്യുകയാണെന്ന് ഹരീഷ് ചന്ദ്ര കരുതുന്നു. എന്നാൽ അവൾ യുക്തിസഹമായ നന്മ മാത്രമാണ് സ്വീകരിക്കുന്നതെന്ന് ഫിർദൌസ് വാദിക്കുന്നു. ബുർഗ ഉപേക്ഷിക്കൽ. ഹരീഷ് ചന്ദ്ര ആവശ്യപ്പെട്ടതുകൊണ്ടല്ല ഫിർദൌസ് ബുർഗ ഉപേക്ഷിച്ചത്, മറിച്ച് മൂടുപടം ഭയത്തിൽ നിന്ന് മോചനം നൽകുന്നില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. പകരം സാമുദായിക വിദ്വേഷം കാരണം അത് അവളുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തിയേക്കാം. മൂടുപടത്തിന്റെ നിർബന്ധമില്ലാത്തപ്പോൾ യുക്തിരഹിതമായ ഒരു നിർബന്ധം എന്തിനു ചുമക്കണമെന്നതാണ് അവളുടെ വാദം. മാംസാഹാരം ഉപേക്ഷിക്കൽ. ഈ ത്യാഗവും സ്നേഹത്തിന്റെയോ സമ്മർദ്ദത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ധാർമ്മികതയുടെയും മകളുടെ വളർത്തലിന്റെയും യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതേസമയം കുക്കിന്റെ ബ്രാഹ്മണത്വത്തിലുള്ള അഭിമാനം കണ്ടപ്പോൾ ഫിർദൌസ് ആ സസ്യാഹാര അഭിമാനത്തിന്റെ ധാർമ്മിക ഔന്നത്യം മനസ്സിലാക്കാൻ തീരുമാനിക്കുന്നു. ഫിർദൌസിന്റെ ഈ തീരുമാനങ്ങൾ അവൾ ഇനി അന്ധവിശ്വാസമോ വികാരമോ അല്ല, വിവേകവും യുക്തിയും അനുസരിച്ചാണ് നീങ്ങുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഇതാണ് അവളുടെ പുതിയ കാഴ്ചപ്പാടിന്റെ സാരം. 3. സ്നേഹത്തിന്റെ പാചകകല, ദ കലിനറി ആർട്ട് ഓഫ് ലവ്. എപ്പിസോഡിന്റെ അവസാനം ലളിതവും വളരെ മധുരവുമാണ്. ഹരീഷ് ചന്ദ്ര സവാളയും വെളുത്തുള്ളിയുമില്ലാത്ത ശുദ്ധ സസ്യാഹാരം ഉണ്ടാക്കുകയും ഫിർദൌസ് അത് അമിതമായി ആസ്വദിക്കുകയും ചെയ്യുന്നത് അവരുടെ സാംസ്കാരിക വ്യത്യാസങ്ങൾ പൂർണ്ണമായി ലയിക്കുന്നതിന്റെ പ്രതീകമാണ്. മറ്റൊരാൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിങ്ങൾക്കുവേണ്ടിയുള്ള എന്റെ സ്നേഹം ചേർക്കാൻ കഴിയില്ല എന്ന ഹരീഷ് ചന്ദ്രയുടെ പ്രസ്താവന അവരുടെ ദാമ്പത്യബന്ധത്തെ ലളിതവും നിഷ്കളങ്കവുമായ സ്നേഹത്തിന്റെ തലത്തിൽ സ്ഥാപിക്കുന്നു. ഉപസംഹാരം. ഫിർദൌസിന്റെ ജീവിതം ഇപ്പോൾ വിജനമായ റോഡിലെ ഭയത്തിൽ നിന്ന് പുറത്തുവന്ന രുചിയുടെയും ചിരിയുടെയും ആനന്ദകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. മാനവ പരിചയം ധാർമ്മികതയിൽ മാത്രമല്ല, വിവേകപൂർണമായ ജീവിതശൈലിയിലും നിസ്വാർത്ഥ സ്നേഹത്തിലും കാണപ്പെടുന്നുവെന്ന് ഈ എപ്പിസോഡ് സൂചിപ്പിക്കുന്നു. എപ്പിസോഡ് 4 സമാപിച്ചു.